7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ എ ബീക്കൺ ഓഫ് ഹോപ്പ് എന്ന പാഠഭാഗവും അതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം അല്ലേ. Even when faced with serious problems, many people have shown how to stay strong and succeed. എന്താണ്, എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴും നേരിടേണ്ടി വരുമ്പോഴും അതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ അവിടെ നമ്മൾ സ്ട്രോങ് ആയി എങ്ങനെ നിൽക്കണമെന്നും അതുപോലെ തന്നെ അവിടെ എങ്ങനെ വിജയിച്ച് കാണിക്കണമെന്നും ഒക്കെ നമുക്ക് ഒരുപാട് ആളുകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രോബ്ലംസിലും സ്ട്രോങ് ആയി നിന്നുകൊണ്ട് അവർ അതിനെയൊക്കെ വിജയിച്ച് നേടിയെടുത്ത ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ദിസ് റിമൈൻഡ്സ് ആസ് ദാറ്റ് എവറി ചാലഞ്ച് ക്യാൻ ഹെൽപ്പ് അസ് ഗ്രോ. ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ചലഞ്ചസും നമ്മുടെ ലൈഫിൽ നേരിടേണ്ടി വരുന്ന ഓരോ വെല്ലുവിളികളും നമ്മെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. ഓരോ വെല്ലുവിളികളും നേരിടുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ അതിനെ മറികടന്ന് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് teach us that by supporting each other we can create a better world where everyone can do well. അതുപോലെ നമ്മൾ പരസ്പരം സഹായിക്കുന്നതിലൂടെ നമുക്ക് നന്നായി ജീവിക്കാൻ കഴിയുന്ന ഒരു നല്ല ലോകം, ഒരു ബെറ്റർ വേൾഡ് നമുക്ക് സൃഷ്ടിച്ചെടുക്കാനും കൂടി കഴിയുമെന്ന് ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികൾ അല്ലെങ്കിൽ പല ചലഞ്ചസുകളും നേരിടേണ്ടി വരുന്നുണ്ട് അല്ലേ. അതിൽ നിന്നൊക്കെ നമ്മൾ പുറത്ത് കടന്ന് സ്ട്രോങ് ആയി അതിനോടൊക്കെ പൊരുതി നമ്മൾ വിജയിച്ച് വരുമ്പോൾ അവിടെ നമുക്കൊരു പുതിയ ലോകം തന്നെ നമ്മളെ കൊണ്ട് സൃഷ്ടിക്കാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഹിയർ ഈസ് എ ലൈഫ് സ്റ്റോറി ഓഫ് സച്ച് എ പേഴ്സൺ. ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സ്റ്റോറിയാണ് അല്ലേ. ഓക്കെ, ലെറ്റ് us read. നമുക്ക് വായിച്ചു നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ സ്റ്റോറിയുടെ പേരെന്താണ്? എ ബീക്കൺ ഓഫ് ഹോപ്പ്. ഹോപ്പ് എന്ന് വെച്ചാൽ പ്രതീക്ഷ, ബീക്കൺ എന്ന് വെച്ചാൽ ദീപസ്തംഭം അല്ലെങ്കിൽ വിളക്കുമാടം എന്നൊക്കെ പറയും. പ്രതീക്ഷയുടെ ദീപസ്തംഭം എന്നാണ് ഈ സ്റ്റോറിയുടെ പേര്. ഓക്കെ, അപ്പോൾ ഇത് ആരെക്കുറിച്ചുള്ള സ്റ്റോറിയാ? ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. ആരാണ്? ശ്രീമതി ഉഷ ചൗമാർ റിസീവ്സ് പത്മശ്രീ ഫ്രം ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശ്രീ രാംനാഥ് കോവിന്ദ് ഫോർ ഹർ സോഷ്യൽ വർക്ക് ഇൻ 2020. 2020 ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള രാംനാഥ് കോവിന്ദിൽ നിന്ന് പത്മശ്രീ അവാർഡ് നേടുന്ന ആരാണ്? ഉഷ ചൗമാറിൻ്റെ ഒരു പിക്ചറാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഉഷ ചൗമാറിനെ കുറിച്ചാണ്. അവരുടെ ഒരു സ്റ്റോറിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് ഇവിടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഉഷ ചൗമാർ പറഞ്ഞിട്ടുള്ള ഒരു വാക്യമാണ്. I want every woman to be independent through dignified jobs. That is how we will build a better society ഫ്രീ ഓഫ് അൺടച്ചബിലിറ്റി. എല്ലാ വുമണും എല്ലാ സ്ത്രീകളും എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, സ്വതന്ത്രനായിരിക്കണം. ത്രൂ ഡിഗ്നിഫൈഡ് ജോബ്സ്, എങ്ങനെ നല്ല മാന്യമായിട്ടുള്ള ഒരു ജോലിയൊക്കെ ചെയ്ത് ഒരു നല്ല ജോലിയൊക്കെ ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സ്വതന്ത്രനായിട്ടുള്ള ആളായിരിക്കണം എല്ലാ സ്ത്രീകളും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ ഉഷ ചൗമാർ പറയുന്നത് അല്ലേ. ദാറ്റ് ഈസ് ഹൗ വി വിൽ ബിൽഡ് എ ബെറ്റർ സൊസൈറ്റി ഫ്രീ ഓഫ് അൺടച്ചബിലിറ്റി. അങ്ങനെയാണ് നമ്മൾ അൺടച്ചബിലിറ്റി എന്ന് വെച്ചാൽ തൊട്ടുകൂടായ്മയൊന്നുമില്ലാത്ത ഒരു നല്ല ഒരു സൊസൈറ്റിയിലെ ഒരു നല്ല ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാം എന്ന്. എങ്ങനെയാണെങ്കിൽ സ്ത്രീകളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, നല്ല മാന്യമായിട്ടുള്ള ജോലിയൊക്കെ ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് അൺടച്ചബിലിറ്റി ഒന്നുമില്ലാത്ത ഒരു നല്ല ഒരു സൊസൈറ്റിയെ സൃഷ്ടിച്ചെടുക്കാം എന്ന് പറയുകയാണല്ലേ. ഇവിടെ അൺടച്ചബിലിറ്റി എന്ന് വെച്ചാൽ തൊട്ടുകൂടായ്മ എന്ന് വെച്ചാൽ അയിത്തം എന്നൊക്കെ പറയും. ഇത് നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നൊരു കാര്യമായിരുന്നു. ജാതിയുടെ പേരിൽ വിവേചനം കാണിക്കുക എന്ന് വെച്ചാൽ ചില ജാതിക്കാർ, താഴ്ന്ന ജാതിക്കാർ അവരെങ്ങനെ മാറ്റി നിർത്തുക, അവർക്ക് അവകാശങ്ങളോ അവസരങ്ങളോ ഒന്നും നൽകൂല. അതുപോലെ അവർ അശുദ്ധരാണെന്ന് പറയുക, അവർ തൊട്ടാൽ മറ്റുള്ളവരും കൂടി അശുദ്ധരാകും. അങ്ങനെ അവരെ വേർതിരിച്ച് നിർത്തുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ ചെയ്തിരുന്ന ജോലികൾ എന്ന് വെച്ചാൽ ഏറ്റവും ലോക്കലായിട്ടുള്ള ജോലികൾ, ആരും ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത
നമ്മൾ ഈ മാലിന്യങ്ങൾ വേസ്റ്റുകളൊക്കെ പെറുക്കുന്ന രീതിയിലുള്ള ജോലികൾ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ജോലികളൊക്കെ ആയിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു വേർതിരിവ് നമ്മുടെ സൊസൈറ്റിയിൽ നിലനിന്നിരുന്നു. അതിനെയാണ് ഇവിടെ അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത്. ഈ സ്റ്റോറി നോക്കാം. ഇൻ വൺ ബർത്ത് ഐ ഹാവ് ലെഡ് 2 lives. 42-year-old ഉഷ ചൗമാർ സെഡ് പ്രൗഡ്ലി. ഒരൊറ്റ ജന്മത്തിൽ ഞാൻ 2 ജീവിതങ്ങൾ നയിച്ചു. 42 വയസ്സുള്ള ഉഷ ചൗമാർ അഭിമാനത്തോടെ പറഞ്ഞു. ഷി ഹാഡ് മെയ്ഡ് ഇറ്റ് ടു ദി ലിസ്റ്റ് ഓഫ് പത്മശ്രീ അവാർഡീസ് ഓഫ് 2020. അങ്ങനെ 2020 പത്മശ്രീ അവാർഡ് ജേതാക്കളുടെ ആ പട്ടികയിൽ, ആ ലിസ്റ്റിൽ അവർ ഇടം നേടിയിരുന്നു. ഹർ ഡിറ്റർമിനേഷൻ ടു ചേഞ്ച് ഹർ സൊസൈറ്റി ഹാഡ് ബീൻ ഗിവൺ റെക്കഗ്നിഷൻ. ഹർ ഡിറ്റർമിനേഷൻ എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ദൃഢനിശ്ചയം. എന്തിന്? ആ സൊസൈറ്റിയെ, ഈ സമൂഹത്തെ മാറ്റണം, സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരണം എന്നുള്ള അവരുടെ ആ ഒരു ദൃഢനിശ്ചയത്തിനുള്ള ഒരു അംഗീകാരം. റെക്കഗ്നിഷൻ എന്ന് വെച്ചാൽ എന്താ? അംഗീകാരം അവർക്ക് ലഭിച്ചതായിരുന്നു അത്, അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സിൻ്റെ മീനിങ് ഒക്കെ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ദെൻ ഉഷ ചൗമാർ ഈസ് എ ട്രൂ സൂപ്പർ ഹീറോ ഇൻ എവറി സെൻസ് ഓഫ് ദി ടേം. എല്ലാ അർത്ഥത്തിലും, എല്ലാ രീതിയിലും നോക്കിയാലും അവരെന്താണ്? ഉഷ ചൗമാർ ശരിക്കും ഒരു യഥാർത്ഥ സൂപ്പർ ഹീറോ തന്നെയാണ്. ഐ വാണ്ട് ടു ക്ലെൻസ് the society of the concept of untouchability, she says with grit. എന്താ? ഗ്രിറ്റ് എന്ന് വെച്ചാൽ ഡിറ്റർമിനേഷൻ എന്നുള്ള അർത്ഥം തന്നെയാണ്. എന്ന് വെച്ചാൽ എന്താ? ദൃഢനിശ്ചയത്തോടെ അവർ പറയാണ്. എന്താ അവർ പറഞ്ഞിട്ടുള്ളത്? ഈ അൺടച്ചബിലിറ്റി എന്ന് വെച്ചാൽ തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിൽ നിന്ന് ഈ സൊസൈറ്റിയെ, ഈ സമൂഹത്തെ, ക്ലെൻസ് എന്ന് വെച്ചാൽ ശുദ്ധീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നവർ ദൃഢനിശ്ചയത്തോടെ പറയാണ്, അല്ലേ? ദി ഫോമർ മാനുവൽ സ്കാവെഞ്ചർ ഹാസ് ബിക്കം എ ബീക്കൺ ഓഫ് ഇൻസ്പിറേഷൻ ഫോർ thousands ഓഫ് വുമൺ ഇൻ ഇന്ത്യ. ഇവിടെ മാനുവൽ സ്കാവെഞ്ചർ എന്ന് പറയുന്നുണ്ട്, അല്ലേ? സ്കാവെഞ്ചർ എന്ന് വെച്ചാൽ എന്താ? തോട്ടിപ്പണി എന്നാ പറയാം. എന്ന് വെച്ചാൽ നമ്മൾ തെരുവൊക്കെ വൃത്തിയാക്കുന്ന ജോലിയില്ലേ, ഈ അഴുക്ക് ചാലുകൾ, ഓടകൾ, അതുപോലെ ടോയ്ലറ്റുകൾ, അങ്ങനെയുള്ളവയൊക്കെ വൃത്തിയാക്കുന്ന ജോലി ചെയ്യുന്നവരെയാണ് നമ്മൾ സ്കാവെഞ്ചർ, അതിനെ തോട്ടിപ്പണി എന്നാ പറയാം. മാനുവൽ എന്ന് വെച്ചാൽ നമ്മൾ മെഷീൻസ് ഒന്നും ഉപയോഗിക്കാതെ കൈകൾ കൊണ്ട് ചെയ്യുന്നതിനെയാണ് മാനുവൽ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ സ്കാവെഞ്ചർ എന്ന്, തോട്ടിപ്പണിക്കാരി എന്ന് പറയുന്നത് നമ്മുടെ ഉഷ ചൗമാറിനെ കുറിച്ചാണ്. അപ്പോൾ മുൻ തോട്ടിപ്പണിക്കാരിയായിട്ടുള്ള ഉഷ ചൗമാർ നമ്മുടെ ആയിരക്കണക്കിന് വരുന്ന ഇന്ത്യയിലെ സ്ത്രീകൾക്കുള്ള ഒരു പ്രചോദനത്തിൻ്റെ, ഇൻസ്പിറേഷനിൻ്റെ ഒരു വിളക്കുമാടമായി അല്ലെങ്കിൽ ഒരു ദീപസ്തംഭമായി മാറിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെയാണ് നമുക്കിനി ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കാം എന്താണ്. ഐ സ്റ്റാർട്ടഡ് ദി വർക്ക് ക്വൈറ്റ് ഏർലി അറ്റ് അറൗണ്ട് 7 years of age. ഉഷ recounts her childhood days. വളരെ നേരത്തെ തന്നെ എന്ന് വെച്ചാൽ ഏകദേശം അവർക്ക് ഉഷ ചൗമാറിന് 7 വയസ്സുള്ള സമയത്ത് തന്നെ അവർ ഈ ജോലി ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉഷ recounts her childhood days. ഉഷ തൻ്റെ ബാല്യകാലത്തെ കുറിച്ച് വിവരിക്കാണ്, അല്ലേ? ബോൺ ഇൻ ഡീഗ് വില്ലേജ് ഓഫ് ഭാരത്പൂർ, രാജസ്ഥാനിലെ ഭാരത്പൂരിലെ ഡീഗ് വില്ലേജിലാണ് ഉഷ ചൗമാർ ജനിച്ചിട്ടുള്ളത്. ഉഷ ആൻഡ് ഹർ ക്ലാൻ വേർ അൺടച്ചബിൾസ്. ഉഷയും അവളുടെ ആ ഒരു ക്ലാൻ എന്ന് വെച്ചാൽ അവളുടെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലീസ്, അവൾ ജനിച്ചിട്ടുള്ള ആ ഒരു വംശം ഉണ്ടാവൂലേ, ആ ഒരു വംശക്കാർ മൊത്തം എന്തായിരുന്നു? അൺടച്ചബിൾസ് ആയിരുന്നു. നമ്മൾ പറഞ്ഞൂലേ, അൺടച്ചബിൾസ് എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ അയിത്ത ജാതിക്കാരായിരുന്നു, തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ വരുന്നതായിരുന്നു. ഷി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു മാനുവൽ സ്കാവെഞ്ചിങ് ബൈ ഹർ മദർ. അവൾ ഈ ഒരു സ്കാവെഞ്ചിങ് എന്ന് വെച്ചാൽ ഈ ഒരു തോട്ടിപ്പണി അവൾക്ക് പരിചയപ്പെടുത്തുന്നത് ആരായിരുന്നു? അവളുടെ അമ്മയാണ്. അവളുടെ അമ്മ ആ ഒരു ജോലിയാണ് ചെയ്തിരുന്നത്. അങ്ങനെയാണ് അവളും ഈ ഒരു സ്കാവെഞ്ചിങ്, ഈ ഒരു തോട്ടിപ്പണി ചെയ്യുന്നത്. ദി വുമൺ ഇൻ ഹർ ഫാമിലി ഹാഡ് ആൻസെസ്ട്രലി എൻഗേജ്ഡ് ഇൻ ദ ഇൻഹ്യൂമൻ പ്രൊഫഷൻ. അവളുടെ ഫാമിലിയിലുള്ള സ്ത്രീകളെല്ലാം തന്നെ ആൻസെസ്ട്രലി എന്ന് വെച്ചാൽ പൂർവികമായിട്ട്, കാലങ്ങളായിട്ട്
ഈ ഒരു ജോലിയിൽ ഈ ഒരു ഇൻഹ്യൂമൺ പ്രൊഫഷൻ എന്ന് വെച്ചാൽ തൊഴിൽ, ഇൻഹ്യൂമൺ എന്ന് വെച്ചാൽ എന്താ, മനുഷ്യത്വരഹിതമായ എന്ന് വെച്ചാൽ മനുഷ്യർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഈ ഒരു ജോലിയിൽ അവരുടെ ഫാമിലിയിലെ സ്ത്രീകൾ, അവരുടെ കുടുംബത്തിലെ സ്ത്രീകളെല്ലാം പൂർവികമായിട്ട് കാലങ്ങളായിട്ട് ഈ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരായിരുന്നു. ദേ കുഡ് നോട്ട് ഫൈൻഡ് എ വേ ഔട്ട് ഓഫ് ഇറ്റ്. ആ ഒരു ജോലിയിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് അവർക്ക് ആർക്കും തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സം ഓഫ് ദം മൈറ്റ് ഹാവ് ആസ്പയർഡ് ടു ബ്രേക്ക് ഫ്രീ അറ്റ് സം ഫ്ലീറ്റിംഗ് മൊമെന്റ്സ്. എന്താണ്, അവരിൽ ചിലരെങ്കിലും ഒരു നിമിഷത്തേക്കെങ്കിലും ഈ ഒരു ജോലിയിൽ നിന്ന് മോചിതരാകാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. എന്ന് വെച്ചാൽ അത്രയും ഒരു ചീത്ത ഒരു ജോലിയായിരുന്നു അവർ ചെയ്തിരുന്നത് അല്ലേ, മാലിന്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലേ, നമ്മളെ അഴുക്കുചാലുകൾ, ടോയ്ലറ്റുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന ജോലി ആരെങ്കിലും ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഇല്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു ജോലിയിൽ നിന്ന് അവർ താഴ്ന്ന ജാതിക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ജോലിയായിരുന്നു അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ജോലിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് അവരെല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് പറയുന്നത്. But the rural Indian society made sure to remind them of their position in the social hierarchy. പക്ഷേ ഈ റൂറൽ ഇന്ത്യൻ സൊസൈറ്റി, ഈ ഗ്രാമീണ ഇന്ത്യൻ സമൂഹം അവർക്ക് ആ സോഷ്യൽ ഹൈറാർക്കിയിൽ, സാമൂഹിക ശ്രേണിയിൽ ഇവർക്കുള്ള ആ ഒരു പൊസിഷൻ, ഇവർക്കുള്ള ആ ഒരു സ്ഥാനം ഏറ്റവും താഴെയാണെന്ന് അത് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അവർക്ക് അങ്ങനെ ഈ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന ഒരു പോസ്റ്റ്, ഒരു സ്ഥാനമായിരുന്നു അവർക്കുള്ളത് എന്ന് സമൂഹം തന്നെ അങ്ങോട്ട് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. ഉഷാസ് ഏർലിയസ്റ്റ് മെമ്മറി ഓഫ് ഹെർ മദർ വാസ് വാച്ചിങ് ഹെർ വേക്ക് അപ്പ് ഇൻ ദ wee hours ഓഫ് ദി ഡോൺ. ഉഷയുടെ അമ്മയെക്കുറിച്ചുള്ള ആദ്യകാല ഓർമ്മകൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? നേരം പുലരുന്നതിൻ്റെ മുന്നേ തന്നെ എഴുന്നേൽക്കുന്ന ഒരു അമ്മയാണ് അവൾക്ക് ഓർമ്മയുള്ളത്. ഷി വുഡ് ഗ്രാബ് ഹെർ ബക്കറ്റ് ആൻഡ് ബ്രൂംസ്. അവരെന്ത് ചെയ്യും? അവരുടെ ബാസ്ക്കറ്റ്, കൊട്ടയും ബക്കറ്റും ചൂലും ഒക്കെ എടുക്കും. ആൻഡ് സെറ്റ് ഔട്ട് ഫോർ ദ വില്ലേജ് ടോയ്ലറ്റ്സ്. അങ്ങനെ നേരം പുലരുന്നതിന് മുന്നേ എഴുന്നേറ്റ് ബക്കറ്റും ചൂലും കൊട്ടയൊക്കെ എടുത്ത് അവരെവിടേക്കാണ് പോകാറുള്ളത്? വില്ലേജ് ടോയ്ലറ്റ്സിലേക്കില്ലേ, ടോയ്ലറ്റ്സ് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങോട്ടാണ് നേരം വെളുക്കുമ്പോൾ തന്നെ പോകുന്നത്. ബൈ ദ ഏജ് ഓഫ് 7 ഉഷ വാസ് വർക്കിംഗ് വിത്ത് ഹെർ മദർ ആസ് എ മാനുവൽ സ്കാവെഞ്ചർ. 7 വയസ്സുള്ള സമയത്ത് ഉഷ അവളുടെ അമ്മയുടെ കൂടെ ഒരു മാനുവൽ സ്കാവെഞ്ചറായി, ഒരു തോട്ടിപ്പണിക്കാരിയായി ജോലി ചെയ്യുകയായിരുന്നു. That was the age when many children of the village were at school. ആ ഒരു പ്രായം എന്ന് പറയുന്നത് വില്ലേജിലുള്ള മറ്റ് കുട്ടികളെല്ലാവരും തന്നെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലമായിരുന്നു അല്ലേ. ആ സമയത്ത് ഇവളെന്താ ചെയ്യുന്നത്? ഇവളുടെ അമ്മയുടെ കൂടെ തോട്ടിപ്പണിക്കാരിയായിട്ട് ജോലി ചെയ്യായിരുന്നു. ഉഷ വാസ് മാരീഡ് ഓഫ് ആസ് എ ചൈൽഡ് ബ്രൈഡ് വെൻ ഷി വാസ് ഓൺലി 10 years old. അതുപോലെ 10 വയസ്സ് പ്രായമുള്ള സമയത്ത് തന്നെ ഒരു ചൈൽഡ് ബ്രൈഡായിട്ട്, ഒരു ബാലവധുവായിട്ട് ഉഷയെ വിവാഹം ചെയ്ത് അയക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഷി വാസ് സെൻറ്റ് ടു ഹെർ ഹസ്ബൻഡ്സ് ഹോം വെൻ ഷി വാസ് ജസ്റ്റ് 14. അവൾക്ക് 14 വയസ്സുള്ള സമയത്ത് അവളെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് അയച്ചു. ഹെർ ഹസ്ബൻഡ് വാസ് എ സാനിറ്റേഷൻ വർക്കർ വിത്ത് ദ ലോക്കൽ മുനിസിപ്പാലിറ്റി. ആ ലോക്കൽ മുനിസിപ്പാലിറ്റിയിലെ, അവരുടെ ആ ഒരു പ്രാദേശിക മുനിസിപ്പാലിറ്റിയിലെ ഒരു സാനിറ്റേഷൻ വർക്കർ എന്ന് വെച്ചാൽ ഒരു ശുചീകരണ തൊഴിലാളി, ഇതുപോലെയുള്ള ഒരു ക്ലീനിങ് ജോലി ചെയ്യുന്ന ഒരാൾ തന്നെ ആയിരുന്നു അവളുടെ ഹസ്ബൻഡും. ഉഷ കണ്ടിന്യൂഡ് ടു ഡു സ്കാവെഞ്ചിങ് അക്കമ്പനീഡ് ബൈ ഹെർ മദർ ഇൻ ലോ. ഉഷ അവിടെ ചെന്നിട്ട് അവരുടെ മദർ ഇൻ ലോയുടെ കൂടെ, അമ്മായിയമ്മയുടെ കൂടെ എന്താ ചെയ്യുന്നത്? ഈ ഒരു ജോലി, ഈ തോട്ടിപ്പണി തന്നെ തുടരാണ് ചെയ്യുന്നത്. ഫോർ ക്ലീനിങ് അതർ പീപ്പിൾസ് ഫിൽത്ത് ഉഷ ഏൺഡ് എ മീഗർ ഡെയിലി വേജ് ഓഫ് 10 to 20 rupees. ഫോർ ക്ലീനിങ് അതർ പീപ്പിൾസ് ഫിൽത്ത് എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മാലിന്യം അല്ലെങ്കിൽ അഴുക്ക്, മറ്റുള്ളവരുടെ ഈ മാലിന്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത ഉഷയ്ക്ക് ദിവസക്കൂലിയായി, ഒരു തുച്ഛമായ ദിവസക്കൂലിയായിട്ട് ഒരു 10-20 രൂപയായിരുന്നു ആകെ ലഭിച്ചിരുന്നത്. The mostly ate leftover food given to them at the houses where they work. അതുപോലെ അവർ ജോലി ചെയ്തിരുന്ന വീടുകളിൽ നിന്നൊക്കെ അവർക്ക് കിട്ടുന്ന ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള മിച്ചം വരുന്ന
ഫുഡായിരുന്നു അധികവും അവർ കഴിച്ചിട്ടുണ്ടായിരുന്നത്. They did not earn enough even to buy new clothes. അവരുടെ ഈ ഒരു ഏർണിങ്സ് കൊണ്ട്, ഈ ഒരു സമ്പാദ്യം കൊണ്ട്, ഈ 10-20 രൂപകൾ കിട്ടുന്നത് കൊണ്ട് അവർക്ക് എന്താ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കാനൊന്നും തികയില്ലായിരുന്നു. They wore the worn out clothes they collected at the houses. അവർ ധരിച്ചിരുന്നത് എങ്ങനെയുള്ള വസ്ത്രങ്ങളായിരുന്നു? വോൺ ഔട്ട് ആയിട്ടുള്ള, വോൺ ഔട്ട് എന്ന് വെച്ചാൽ ഉപയോഗിച്ച് തേഞ്ഞ എന്നൊക്കെ പറയില്ലേ, ഉപയോഗിച്ച് ഒഴിവാക്കാറായിട്ടുള്ള വസ്ത്രങ്ങൾ അവർക്ക് പല വീടുകളിൽ നിന്നും അവർ ശേഖരിക്കുമായിരുന്നു. അങ്ങനെയുള്ളതായിരുന്നു അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ. The Sulabh International set up an NGO called Disha which gave training in various skills to women like Usha. ഉഷയെ പോലെയുള്ള സ്ത്രീകൾക്ക് വിവിധ ജോലികൾക്ക് പലതരത്തിലുള്ള ജോലികൾക്കുള്ള ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് സുലഭ് ഇന്റർനാഷണൽസ് ഒരു ദിശ എന്ന പേരുള്ള ഒരു NGO രൂപീകരിക്കുകയാണ്. NGO എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ അല്ലാത്ത നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. ഗവൺമെന്റിന്റെ അല്ലാത്ത സർക്കാർ ഇതര സ്ഥാപനമാണ് അല്ലേ. അവര് ഉഷയെ പോലെയുള്ളവർക്ക് ട്രെയിനിങ് നൽകിയിരുന്നു. Soon they were engaged in such work like stitching bags, making lamps and preparing jam, pickles and puppet. അങ്ങനെ അവർ എന്തെല്ലാം ജോലികളിലാണ് ഏർപ്പെട്ടത്? സ്റ്റിച്ചിങ് ബാഗ്സ്, ബാഗുകൾ തുന്നുക, അതുപോലെ മേക്കിംഗ് ലാംപ്സ്, ലാമ്പുകൾ, വിളക്കുകൾ ഉണ്ടാക്കാം, അതുപോലെ ജാമുകൾ, അച്ചാറുകൾ, പപ്പടം ഇവയൊക്കെ ഉണ്ടാക്കുന്ന ജോലികളിൽ അവർ ഏർപ്പെട്ടു. അതെല്ലാം അവർ പഠിക്കുകയാണ് ചെയ്യുന്നത്. The NGO took Usha and some other women for a visit to Delhi. അങ്ങനെ ഈ NGO എന്താ ചെയ്യുന്നത്? ഉഷയെയും അതുപോലെ വേറെ കുറച്ച് സ്ത്രീകളെയും ഡൽഹി വിസിറ്റ് ചെയ്യാനായിട്ട്, ഡൽഹി സന്ദർശനത്തിനായി കൊണ്ടുപോയി. ഉഷ റീകോൾഡ് ദി എക്സ്പീരിയൻസ് വിത്ത് ഡിലൈറ്റ്. ഉഷ ആ ഒരു എക്സ്പീരിയൻസ്, അന്നത്തെ ഡൽഹി വിസിറ്റ് ചെയ്യാൻ പോയ ആ ഒരു അനുഭവം ഓർത്തെടുക്കുകയാണ് അല്ലേ. വിത്ത് ഡിലൈറ്റ് എന്ന് വെച്ചാൽ ആഹ്ലാദത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ അത് ഓർത്തെടുക്കുകയാണ്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഐ ഹാഡ് സ്റ്റെപ്പ്ഡ് ഔട്ട് ഓഫ് മൈ വില്ലേജ്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ വില്ലേജിൽ നിന്ന് പുറത്ത് കടന്നത് അന്നായിരുന്നു. ഓൾ ഓഫ് us were ecstatic to travel like any other citizen, stay in hotels and eat fancy food. മറ്റുള്ള സിറ്റിസൻസിനെ പോലെ, മറ്റുള്ള പൗരന്മാരെ എല്ലാം പോലെ തന്നെ ഹോട്ടലുകളിൽ സ്റ്റേ ചെയ്യുക, താമസിക്കുക, അതുപോലെ ഫാൻസി ഫുഡുകളൊക്കെ കഴിച്ച് ഇവരെല്ലാവരും തന്നെ അതിൽ ഭയങ്കര എക്സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആനന്ദം അവർ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. Upon her return from Delhi, Usha started convincing other women, including her mother-in-law, to give up manual scavenging. അങ്ങനെ ഈ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്ന ഉഷ എന്താ ചെയ്യുന്നത്? അവളുടെ മദറിൻലോ അടക്കം, അവളുടെ അമ്മായിയമ്മ അടക്കമുള്ള സ്ത്രീകളെ എല്ലാം തന്നെ ഈ ഒരു മാനുവൽ സ്കാവെഞ്ചിങ്, ഈ ഒരു തോട്ടിപ്പണി ഒഴിവാക്കാനായിട്ട്, ഉപേക്ഷിക്കാനായിട്ട് അവളെല്ലാവരെയും കൺവിൻസ് ചെയ്യിക്കുകയാണ് അല്ലേ. എല്ലാവരും ആ ജോലി വിടണം, ഇനി ആ ജോലി ചെയ്യരുത് എന്ന് പറഞ്ഞ് എല്ലാവരെയും പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. But she soon found out that if one woman left the job, others would join it. പക്ഷേ ഈ ഒരു ജോലി, അവർ ഈ ജോലി ഉപേക്ഷിക്കുകയാണെങ്കിൽ, ഒരു സ്ത്രീ ഈ ജോലി ഉപേക്ഷിക്കുകയാണെങ്കിൽ തന്നെ വേറെ ഏതെങ്കിലും സ്ത്രീകളായിട്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഈ ജോലിയിൽ ചേരുമെന്ന് അവർ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. കാരണം എന്താ? ദ റൂട്ട് കോസ് ഓഫ് ദി പ്രോബ്ലം വാസ് ദ ലാക്ക് ഓഫ് പ്രോപ്പർ സാനിറ്റേഷൻ ഇൻ ദി വില്ലേജ്. അവരുടെ വില്ലേജിലെ ശുചിത്വമില്ലായ്മ ആയിരുന്നു ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആരെങ്കിലും ഈ ജോലി ഉപേക്ഷിച്ചാൽ തന്നെ വേറെ ആരെങ്കിലും ആയിട്ട് ഈ ജോലി ചെയ്യേണ്ടി വരും. അത്രയും ശുചിത്വമില്ലായ്മ അവരുടെ വില്ലേജിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. The primitive toilets in homes needed manual scavenging and no privileged person was willing to do that by themselves. വീടുകളിലൊക്കെയുള്ള പ്രാകൃത ടോയ്ലറ്റ്സ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് അവർക്ക് മാനുവൽ സ്കാവെഞ്ചിങ്, ഈ തോട്ടിപ്പണിക്കാരെ ആവശ്യമായിരുന്നു. കാരണം ഈ പ്രിവിലേജിലായിട്ടുള്ള പേഴ്സൺസ്, വലിയ മാന്യന്മാരായിട്ടുള്ള വലിയ അധികാരങ്ങളൊക്കെയുള്ള വലിയ വലിയ വ്യക്തികളൊക്കെ ഇല്ലേ, അവരൊന്നും ഈ ജോലികൾ, ഈ ക്ലീനിങ് ഒന്നും സ്വയം ചെയ്യാൻ അവരാരും തയ്യാറല്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു ഈ മാനുവൽ സ്കാവെഞ്ചിങ്ങിന് അവിടെ സ്കോപ്പ് ഉണ്ടായിരുന്നത്. അവർക്കൊക്കെ അവർ സ്വയം ക്ലീൻ ചെയ്യാൻ മടിയായതുകൊണ്ടാണ് ഇതുപോലെയുള്ള തോട്ടിപ്പണിക്കാരൊക്കെ
ആവശ്യം വന്നിരുന്നത്. ബട്ട് വെൻ സുലഭ് ഇന്റർനാഷണൽ ബിഗാൻ ടു കൺസ്ട്രക്ട് ടോയ്ലറ്റ്സ് ഇൻ ദി വില്ലേജ് ദാറ്റ് ടു ചേഞ്ച്ഡ്. എന്നാൽ ഈ സുലഭ് ഇന്റർനാഷണൽ അവരുടെ ഗ്രാമത്തിൽ, അവരുടെ വില്ലേജിൽ ഒരുപാട് ടോയ്ലറ്റ്സ് ഒക്കെ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ എന്താണ്, അതിലൊക്കെ ചേഞ്ച് വരാനായിട്ട് തുടങ്ങി. ദ നീഡ് ഫോർ മാനുവൽ സ്കാവെഞ്ചിങ് വാസ് എലിമിനേറ്റഡ്. അങ്ങനെ ആ മാനുവൽ സ്കാവെഞ്ചിങ്ങിൻ്റെ, ആ തോട്ടിപ്പണിക്കാരുടെ ആവശ്യം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഉഷ വാസ് സൂൺ അപ്പോയിൻറ്റഡ് ദ പ്രസിഡന്റ് ഓഫ് ദി ട്രെയിനിങ് സെൻറ്റർ. ഉഷ ആ ഒരു ട്രെയിനിങ് സെൻറ്ററിൻ്റെ പ്രസിഡൻ്റായിട്ട് അവളെ നിയമിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഷി നൗ ഹാസ് ഹൺഡ്രഡ്സ് ഓഫ് വുമൺ അണ്ടർ ഹെർ ഗൈഡൻസ്. അവളുടെ ഗൈഡൻസിൽ, അവളുടെ മാർഗനിർദ്ദേശത്തിൽ ഇപ്പോൾ ഒരുപാട് നൂറുകണക്കിന് സ്ത്രീകളുണ്ട്. ഉഷ വിസിറ്റഡ് ദ USA ആൻഡ് മെനി കൺട്രീസ് ഇൻ യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക ആസ് പാർട്ട് ഓഫ് ദി സുലഭ് ടീം. ആ സുലഭ് ടീമിൻ്റെ കൂടെ അവൾ എവിടെയൊക്കെ വിസിറ്റ് ചെയ്തു? USA, യൂറോപ്പിൽ, ആഫ്രിക്കയിൽ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ അവൾ വിസിറ്റ് ചെയ്തു. ഷീ സ്പോക്ക് അബൌട്ട് ഹെർ എക്സ്പീരിയൻസസ് അറ്റ് ദി ഗാദറിങ്സ്. അങ്ങനെ അവിടെയുള്ള ഒരുമിച്ച് കൂടലുകളിലെല്ലാം തന്നെ അവളുടെ എക്സ്പീരിയൻസുകൾ അവൾ സംസാരിക്കുമായിരുന്നു. ഷി ഹാസ് ബീൻ റിസീവ്ഡ് സെവറൽ ടൈംസ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആസ് എ ഡിസ്റ്റിങ്വിഷ്ഡ് ഗസ്റ്റ്. അതുപോലെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ, ഇന്ത്യൻ പ്രധാനമന്ത്രി അവളെ ഒരുപാട് തവണ വിശിഷ്ടാതിഥിയായി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ദ പ്രസ്റ്റീജിയസ് പത്മശ്രീ ഈസ് ദ ലേറ്റസ്റ്റ് ആൻഡ് പെർഹാപ്സ് ദ ഗ്രേറ്റസ്റ്റ് ഹണർ ഷീ ഹാസ് റിസീവ്ഡ്. അവൾക്ക് ലഭിച്ചതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്, ഏറ്റവും പുതിയതും അതുപോലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള, അഭിമാനകരവുമായിട്ടുള്ള ഒരു ഹണർ, ഒരു ബഹുമതി എന്ന് പറയുന്നത് ഈ പത്മശ്രീ ആണ്. ദെൻ ഉഷാസ് ഇൻസ്പയറിംഗ് ജേർണി ഹാസ് പ്രോംപ്റ്റഡ് ഹൺഡ്രഡ്സ് ഓഫ് വുമൺ ടു ഗിവ് അപ്പ് മാനുവൽ സ്കാവെഞ്ചിങ്. ഉഷയുടെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഈ ഒരു ജേണി, പ്രചോദനാത്മകമായിട്ടുള്ള ഈ ഒരു യാത്ര എന്ന് പറയുന്നത് നൂറുകണക്കിന് സ്ത്രീകളെ മാനുവൽ സ്കാവെഞ്ചിങ് ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു തോട്ടിപ്പണി ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. Then I want to eradicate manual scavenging entirely from our social fabric. ഈ സോഷ്യൽ ഫാബ്രിക്കിൽ നിന്ന്, ഈ ഒരു സാമൂഹിക ഘടനയിൽ നിന്ന് മാനുവൽ സ്കാവെഞ്ചിങ് പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഡിക്ലെയേഴ്സ് ഉഷ. ഉഷ ഡിക്ലെയർ ചെയ്യാണ്, പ്രഖ്യാപിക്കുകയാണ്. വുമൺ ആർ നോട്ട് മെയ്ഡ് ഫോർ സ്റ്റേയിങ് അറ്റ് ഹോം ക്ലീനിങ് ഡേർട്ട് ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് ചിൽഡ്രൻ. സ്ത്രീകളെന്ന് പറയുന്നത് വീട്ടിലിരിക്കാനും അതുപോലെ ഡേർട്ട് എന്ന് വെച്ചാൽ അഴുക്കൊക്കെ ക്ലീൻ ചെയ്യാനും അതുപോലെ കുട്ടികളെ പരിപാലിക്കാനും മാത്രമുള്ളതല്ല. ഐ വാണ്ട് എവറി വുമൺ ടു ബി ഇൻഡിപെൻഡൻറ്റ് ത്രൂ ഡിഗ്നിഫൈഡ് ജോബ്സ്. ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള, മാന്യമായിട്ടുള്ള ഒരു ജോലി ചെയ്ത് എല്ലാ വുമണും, എല്ലാ സ്ത്രീകളും ഇൻഡിപെൻഡൻ്റ് ആകണം, സ്വയം പര്യാപ്തരാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദാറ്റ് ഈസ് ഹൗ വി വിൽ ബിൽഡ് എ ബെറ്റർ സൊസൈറ്റി ഫ്രീ ഓഫ് അൺടച്ചബിലിറ്റി. അങ്ങനെ നാം തൊട്ടുകൂടായ്മയില്ലാത്ത ഒരു മെച്ചപ്പെട്ട സമൂഹം കെട്ടിപ്പടുക്കും. ഇനി ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വരുന്നത്, വാട്ട് ഈസ് ഉഷ ചൗമാർസ് മിഷൻ? എന്തായിരുന്നു ഉഷ ചൗമാറിൻ്റെ ദൗത്യം? അവരുടെ ആ ഒരു മിഷൻ എന്തായിരുന്നു എന്നാണ്. എന്തായിരുന്നു ഉഷ ചൗമാർസ് മിഷൻ? ഈസ് ടു എലിമിനേറ്റ് അൺടച്ചബിലിറ്റി ഫ്രം സൊസൈറ്റി ആൻഡ് ടു എംപവർ വുമൺ വിത്ത് ഡിഗ്നിഫൈഡ് ജോബ്സ്. അവരുടെ ദൗത്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ സമൂഹത്തിൽ നിന്ന് അൺടച്ചബിലിറ്റി, ഈ തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുക, അതുപോലെ തന്നെ നല്ല മാന്യമായിട്ടുള്ള ജോലികളൊക്കെ നൽകി സ്ത്രീകളെ ശാക്തീകരിക്കുക എന്നതും കൂടിയായിരുന്നു. സെക്കൻഡ് വൺ, വാട്ട് were some of the challenges Usha Chaumar faced in terms of income and daily living? ഇൻകത്തിൻ്റെ, വരുമാനത്തിൻ്റെ, അതുപോലെ ദൈനംദിന ജീവിതത്തിൻ്റെയും കാര്യത്തിൽ ഉഷ ചൗമാർ നേരിട്ടിരുന്ന ചലഞ്ചസ്, ചില വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? യെസ്, നമ്മൾ പറഞ്ഞു അല്ലേ. ഉഷ ഏൺഡ് എ മീക്കർ ഡെയിലി വേജ് ഓഫ് 10 to 20 rupees and had to eat leftover food from the working houses. She couldn't afford new clothes and wore worn out clothes. ഉഷയ്ക്ക് ഈ ജോലിയൊക്കെ പോയി കഴിഞ്ഞാൽ ആകെ ഒരു തുച്ഛമായിട്ടുള്ള ദിവസക്കൂലിയായി 10-20 രൂപ മാത്രമാണ് ലഭിച്ചിരുന്നത്. അതുപോലെ വർക്കിംഗ് ഹൗസസിൽ നിന്ന്, അവർ ജോലി ചെയ്യുന്ന വീടുകളിൽ നിന്ന് മിച്ചം വരുന്ന ഫുഡ് അവർ കഴിച്ച് ബാക്കി വരുന്ന ഫുഡ് മാത്രമായിരുന്നു ഇവർക്ക് കഴിക്കാൻ കിട്ടിയിരുന്നത്. അതുപോലെ പുതിയ വസ്ത്രങ്ങളൊന്നും ഇവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല അല്ലേ. പുതിയ ഡ്രസ്സൊന്നും വാങ്ങാനുള്ള സമ്പാദ്യം ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ട് തന്നെ ഇവർ വോൺ ഔട്ട് ആയിട്ടുള്ള ക്ലോത്ത്സ് ആയിരുന്നു, മറ്റുള്ളവർ ഉപയോഗിച്ച് ഒഴിവാക്കിയ വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത്. നെക്സ്റ്റ്, ഹൗ ഡിഡ് ദ സിറ്റുവേഷൻ ചേഞ്ച് വെൻ സുലഭ് ഇന്റർനാഷണൽ ബിഗാൻ കൺസ്ട്രക്ടിങ് ടോയ്ലറ്റ്സ് ഇൻ ദി വില്ലേജസ്? വില്ലേജുകളിൽ സുലഭ് ഇന്റർനാഷണൽസ് ടോയ്ലറ്റുകൾ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെയുള്ള അവരുടെ ആ ഒരു സിറ്റുവേഷനിൽ എന്ത് മാറ്റമാണ് വന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തായിരുന്നു വന്നത്? The need for manual scavenging was eliminated and women like Usha no longer had to clean toilets. മാനുവൽ സ്കാവെഞ്ചിങ് ഇല്ലാതായി, അതുപോലെ തന്നെ ഉഷയെ പോലെയുള്ളവർക്ക് ടോയ്ലറ്റ്സ് ഒന്നും പിന്നീട് ക്ലീൻ ചെയ്യേണ്ടി വന്നിട്ടില്ല. നെക്സ്റ്റ്, വാട്ട് ഈസ് ഉഷാസ് മെസ്സേജ് ടു ദ സൊസൈറ്റി? സൊസൈറ്റിക്ക്, ഈ സമൂഹത്തിന് ഉഷ നൽകുന്ന സന്ദേശം, മെസ്സേജ് എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ഉഷാസ് മെസ്സേജ് ഈസ് ദാറ്റ് women should have respect, dignity and independent jobs to create a better society. ഒരു ബെറ്റർ സൊസൈറ്റി, ഒരു മെച്ചപ്പെട്ട ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് സ്ത്രീകൾക്ക് ബഹുമാനവും അതുപോലെ അന്തസ്സും അതുപോലെ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആവാനും കഴിയുന്ന, സ്വതന്ത്രരാവാനും കഴിയുന്ന രീതിയിലുള്ള ജോലി വേണം എന്നാണ് ഉഷ ചൗമാർ സമൂഹത്തിന് നൽകുന്ന മെസ്സേജ്.